ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, എനിക്ക് സ്നേഹിച്ച പുരുഷനെ മറക്കാൻ കഴിയുന്നില്ലടോ. എനിക്ക് സ്നേഹിച്ച പുരുഷനെ മറക്കാൻ പറ്റണില്ല. അപ്പോൾ ചോദിക്കും, ഇത്താരെ ഇപ്പോൾ സ്നേഹിക്കുന്നത്, ഇത്താക്ക് കുട്ടിയില്ലേ, കല്യാണം കഴിഞ്ഞു എന്നൊക്കെ. അപ്പോൾ ഒരാണ് പറയാണ്, എനിക്ക് സ്നേഹിച്ച ആ പെണ്ണിനെ മറക്കാൻ പറ്റുന്നില്ല, അവളുടെ കല്യാണം കഴിഞ്ഞു. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുമ്പം ചിലപ്പം എൻ്റെ വൺ ഓഫ് ദി കസ്റ്റമർ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഒരു കാര്യം സംസാരിച്ചിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും ഈ വീഡിയോ ഇടുന്നത്. യെസ്, എൻ്റെ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പം എനിക്ക് കിട്ടുന്ന ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോൾ അതൊന്നും ഒരു കണ്ടൻറ്റ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ വീഡിയോ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾ ഒരു പ്രായത്തിൽ ഒരാളോട് അട്രാക്ഷൻ തോന്നുന്നതും ഒരാളെ സ്നേഹിക്കുന്നതും എല്ലാം സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. അതിൽ ഒരു ഭൂരിഭാഗം ആളുകൾ, ഇപ്പോൾ ഒരുപാട് പാരൻസ് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇഫ് ദേ ആർ ഓക്കെ വിത്ത് ദ അതർ ഫാമിലി, അതിൻ്റെ ആളുടെ ഫാമിലി ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാരേജിലോട്ട് പോകുന്നുണ്ട്. ചിലർ മാരേജ് കഴിഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, ചിലർ മാരേജ് കഴിഞ്ഞ് പ്രശ്നത്തിലോട്ട് എത്തുന്നവരുണ്ട്, ചിലർ ഡിവോഴ്സ് ആവുന്നവരുണ്ട്. സോ ഇവിടെ ലവ് മാരേജ് എന്നുള്ളത് ഒരിക്കലും ഒരു സക്സസ് റേറ്റ് അല്ല എന്നും പറയാൻ പറ്റില്ല. അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത് ഒരു സക്സസ് റേറ്റ് ആണെന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ പേഴ്സൺസ്. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോണത്, ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരായിട്ട് നിങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റിയില്ല, നിങ്ങൾ മെൻ്റലി ഡിപ്രഷനിലോട്ട് പോകും. ചിലരത് ഈസി ആയിട്ട് മേക്ക് ഓവർ ചെയ്ത് പോകും, ചിലർക്കത് സഹിക്കാൻ പറ്റില്ല, ചിലർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. അത് എന്തെങ്കിലും കാരണം, ചിലപ്പോൾ ആ പെണ്ണ് ചതിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആണ് ചതിച്ചിട്ടുണ്ടാവില്ല, അതൊന്നും നമ്മളിവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സ്റ്റേജിലൂടെ ഇപ്പോൾ ഈ വീഡിയോ എൻ്റെത് കാണുന്നവരുണ്ടെങ്കിൽ ആ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, നമുക്ക് വേണ്ടി ആരും കാത്തു നിൽക്കില്ല. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാനുള്ള വേറൊരു കാര്യം, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാനാണ് പ്രയാസം. ഗാലറിയിലിരുന്ന് കളി കാണുന്നവർക്ക് അതങ്ങനെ കളിച്ചൂടായിരുന്നു, അതങ്ങനെ കിക്ക് ചെയ്തുകൂടായിരുന്നു, അത് ഇങ്ങനെ ഇട്ടാൽ പോരായിരുന്നു, അങ്ങനെ ചെയ്താൽ പോരായിരുന്നു എന്ന് പറയാനൊക്കെ എളുപ്പമാണ്. ശരിയാണ്, യെസ് ശരിയാണ്. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം കരയൂടോ? എത്ര ദിവസം നമ്മൾ കരയും? ഒരു ദിവസം, 2 ദിവസം, അത് കഴിഞ്ഞാൽ പിന്നെ ഓർക്കാൻ സമയമില്ല. ലോകം പിന്നെയും അതുപോലെ മുന്നോട്ട് പോവാണ്. പക്ഷെ എന്താണ് ഈ ആ പ്രണയം കിട്ടാതെയാകുമ്പോൾ ആ ഒരു കാര്യം പറഞ്ഞ് ചിലർ കല്യാണം പോലും കഴിക്കാതെ ജീവിക്കുന്നു, ചിലർ അതും പറഞ്ഞ് സ്വന്തം ഭാവി നശിപ്പിക്കുന്നു. അതിൻ്റെ ഒരു വുട്ടൻസ് എനിക്ക് ഇത് കേൾക്കുമ്പോൾ പറയും, പ്രയാസമാണ് ഇത്താക്ക് പറയാൻ എളുപ്പമാണെന്ന്. നമുക്ക് ചിലപ്പോൾ അതിനേക്കാളും നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉള്ള ആളുകളുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നമ്മൾ ഈ സ്നേഹിച്ച പെണ്ണിനേക്കാളും സ്നേഹിച്ച ആണിനേക്കാളും വലുതല്ല? നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഉമ്മയും ഉപ്പയൊന്ന് അവരെക്കാളും വലുത് തന്നെയാണ്. പോയതോ, നിങ്ങൾ ആ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ കല്യാണം കഴിക്കാതെ നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കാതെ നിൽക്കുമ്പോൾ ഇത് കണ്ട് കണ്ണീരൊലിപ്പിക്കുന്ന വേദനിക്കുന്ന 2 ജീവനുണ്ട്, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും. അവരെക്കാളും വലുത്. ശരി, അവരെ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കണം, അതിന് നിങ്ങൾ ഇവരെ കൺവിൻസ് ചെയ്യുന്നതിലോ ഇരിക്കുന്നതിലോ ഞാൻ തെറ്റ് പറയില്ല. പക്ഷെ അവർ നിങ്ങളെ വിട്ടിട്ട് പോയി, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് കിട്ടില്ല എന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ 2 ജീവനെ നിങ്ങൾ സങ്കടപ്പെടുത്തുന്നത്? അതെനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ് ഓൺ, മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ജീവിക്കണം. പടച്ചോൻ തന്നതൊരു കുഞ്ഞു ജീവിതമാണ്. ആ ജീവിതം മനോഹരമാക്കി തീർക്കേണ്ടത് ആരാണ്? അത് നമ്മളുടെ ഈ കൈവെള്ളയിൽ തന്നെയാണ് ആ കിടക്കുന്നത്, അല്ലാതെ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ. അപ്പോൾ ചോദിക്കും, അതിനെന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അതൊരാൾ പറഞ്ഞു തന്നിട്ടല്ല ചെയ്യേണ്ടത്. സത്യതാണ്. നിങ്ങൾക്ക് മൂവ് ഓൺ ആകണമെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിക്കണം. അല്ലാതെ എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞതാ, അല്ലെങ്കിൽ അതിനെന്തോ ഒരു വഴിയുള്ളത്, അതിന് എന്തെങ്കിലും നമ്മളൊരു കാര്യത്തിൽ നമ്മൾ പറയല്ലോ, ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറുള്ളത് മറക്കും എന്നുള്ളത്. അത് തന്നെയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് വഴി. നമ്മൾ രാത്രി കിടക്കുമ്പോഴാണ് ഇപ്പോൾ പകൽ ചിലപ്പോൾ നിങ്ങൾ ജനറലി സ്നേഹിച്ചിട്ടുള്ള ആളൊന്നും എടുക്കണം, ജനറലി നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. പകൽ ചിലപ്പോൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോകും. രാത്രി നമ്മളൊക്കെ കഴിഞ്ഞ്
കിടക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ പലതും ഇങ്ങനെ നോക്കും, അതാ ഞാനതൊന്നും ചെയ്തില്ല, അപ്പം നമ്മളുടെ മനസ്സിലോട്ട് ഓരോന്ന് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ടൈമിൽ ഒരു മൂവി കാണാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ ആ സമയത്ത് ഒന്നും കൂടെ ഒന്ന് നിസ്കരിച്ച് എന്തെങ്കിലും സുന്നത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഒന്ന് പടച്ചവനോട് ദ്വാരന്നുകാണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് മറക്കാൻ പറ്റും. ചിന്തയിലോട്ട് വരുത്താതിരിക്കുക. ഈ 21 ദിവസം അല്ലെങ്കിൽ അങ്ങനെ ഒരു തിയറിയൊക്കെ നമ്മൾ പറയും, ഇത്രയും അടുപ്പിച്ച് നമ്മളൊരു കാര്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് അഡാപ്റ്റ് ആയിട്ട് പോകും എന്നുള്ളത്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. കാലം മായ്ക്കാത്ത മുറിവുകളുണ്ടോ? ഞാനിത് പറയുമ്പോൾ മറക്കാൻ ഇപ്പോഴും എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നവർ, യെസ്, നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുമായിരിക്കും. പക്ഷെ ഒരിക്കലും അതിനെ ചൊല്ലി ജീവിതം ഒരു പടുകുഴിയിലോട്ട് കൊണ്ടുപോകരുത്. അവിടെ നഷ്ടം നിങ്ങൾക്കുള്ള ആ ഒരു, നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഓപ്പോസിറ്റുള്ള നിങ്ങൾ സ്നേഹിച്ച പെണ്ണോ ആണോ അവരെ കാണുമ്പോൾ അവർ നല്ല രീതിയിലായിരിക്കും ജീവിക്കുന്നത്. അന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യും. നിങ്ങളുടെ ഉമ്മാനെയും ഉപ്പാനെയും ആലോചിച്ച് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. അത് വേണോ? വേണ്ട. അതേ സ്ഥാനത്ത് എന്താ വേണ്ടത്? അവർ നിങ്ങളെ നാളെ കാണുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് അവർ കാണണ്ടേ? ആം ഐ റൈറ്റ്? ഞാനിപ്പോൾ ഈ പറയുന്ന എല്ലാ പോയിന്റ്സും എല്ലാവരും അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. നമ്മളുടെ സന്തോഷം നമ്മളുടെ കയ്യിലാണ്. നമ്മളുടെ സന്തോഷം വേറൊരാൾക്ക് എഴുതി കൊടുത്തിട്ട് എന്തിനാണോ നമ്മൾ ജീവിക്കുന്നത്? ഒരു നാട്ടുകാരും നമ്മളുടെ കൂടെ ഉണ്ടാവില്ല, ഒരു ബന്ധുവീട്ടുകാരും നമ്മളുടെ കൂടെ ഉണ്ടാവില്ല, ഒരു കുടുംബക്കാരും ഉണ്ടാവോ? സോ ഗോ ഫോർ യുവർ ലൈഫ് വിത്ത് ഹാപ്പി മൊമെൻറ്റ്സ്. എന്തിനാണ് സന്തോഷമില്ലാത്തത് ആലോചിച്ച് നമ്മളുടെ ജീവിതം വെറുതെ നശിപ്പിക്കുന്നത്? അപ്പോൾ പറയും, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, എനിക്ക് മറക്കാൻ പറ്റണില്ല, അവളുടെ സാഹചര്യം കൊണ്ടല്ല, അല്ലെങ്കിൽ അവൻ്റെ സാഹചര്യം കൊണ്ടല്ല. പോകാൻ പറ. കൈ വിട്ടുപോയോ? പോയി. നിങ്ങൾ ഒരു മുറിവ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ഐഫോണൊക്കെ ഉണ്ടാവും, അത് വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് മറന്നല്ലേ, നിങ്ങളത് വീണ്ടെടുക്കാൻ വേണ്ടി പലതും ശ്രമിക്കും. അപ്പോൾ എന്തുകൊണ്ട്? ഇത് മനസ്സ് സംബന്ധപ്പെട്ട കാര്യമാണ്. യെസ്, ഐ അഗ്രി, യെസ് ഐ ഡു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ആ ഒരു സങ്കടം വന്നതിൻ്റെ പേരിൽ ശരി ഉമ്മാനെയും ഉപ്പാനെയും ചിന്തിക്കണ്ട, നിങ്ങൾ സ്വയം നശിക്കരുത്. അതുകൊണ്ട് എന്താ കിട്ടാമെന്ന്. പക്ഷേ എനിക്ക് ഇപ്പം ഞാൻ പിന്നെ കുത്തിയത് പടകാലം. ഇപ്പം ഞാൻ ഒരു കാര്യം ഞാൻ പറയും. എന്നോട് ഒരു ആള് അവർക്ക് സ്നേഹിച്ച പെണ്ണിനെ മറക്കാൻ പറ്റണില്ല, പക്ഷെ ഞാനിപ്പോൾ PSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ സീരിയസ്ലി ഐ റെസ്പെക്ട് ദാറ്റ് പേഴ്സൺ. ബിക്കോസ് അവർ ഇതിൽ നിന്നും മറക്കാൻ, ഇതിൽ നിന്നും റിക്കവർ ചെയ്ത് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതാണ് വേണ്ടത്. ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് എപ്പോഴും ഒരു അഫെയറിൽ നിങ്ങൾ തോറ്റു പോകുമ്പോൾ വേണ്ടത്, അല്ലേ? ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണ്, നമ്മളെ സ്നേഹിക്കുന്നവർ, നമുക്ക് വേണ്ടവർ, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾ, ഇനിയിപ്പോൾ അതൊന്നുമില്ല, നമ്മൾ നശിച്ചു കഴിഞ്ഞാൽ ആരും വെറുതെ നാട്ടുകാർ പറഞ്ഞു നടക്കും, ഓൻ അങ്ങനെ നശിച്ചു പോകണത്. ഒരു മിനിറ്റിൻ്റെ ഒരു ലൂസ് ടോക്കിനുള്ള ഒരാൾ മാത്രമാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾ ആരുമല്ല. അപ്പം നിങ്ങൾക്ക് ജീവിക്കണ്ടേ? അതിൻ്റെ പേരിൽ ശരീരം നശിപ്പിച്ച് മനസ്സ് നശിപ്പിച്ച് എന്തിനാണ്? മൂവ് ഓൺ ആകുക, സന്തോഷമായിട്ട് നിൽക്കുക. നല്ലൊരു പാർട്ട്ണർ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ? സോ ആരോഗ്യമുള്ള മനസ്സുള്ളവിടുത്തെ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുള്ളൂ, ഗ്ലോ ഉള്ള ഫേസ് കിട്ടുള്ളൂ, ഗ്ലോ ഉള്ള മുടി കിട്ടുള്ളൂ, ആരോഗ്യമുള്ള ശരീരം കിട്ടുള്ളൂ. ശരിയല്ലേ? സോ സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി ഓൾവേസ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.